ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നവ്യ അബിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും കനകയുടെ വായിൽ നിന്നും തന്നെ അറിയുന്നുണ്ടല്ലോ. അതെല്ലാം അങ്ങോട്ടേക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും നവ്യക്ക് ഒട്ടും തന്നെ ആവുന്നില്ല കേട്ടോ. അവസാനം ഒരു DNA ടെസ്റ്റിലൂടെ തന്നെ കനക പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നവ്യക്ക് മനസ്സിലാവുകയും ഇത്രയും കാലം എല്ലാവരോടും താൻ പറഞ്ഞ വാക്കുകളും പ്രവൃത്തികളും ചന്തുമോളോട് താൻ കാണിച്ച ക്രൂരതകളും അതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുകയും ആദർശനോടും നയനയോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ മാപ്പ് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. തന്നെ ഇത്രയും നാളും ഒരു കോമാളിയെ പോലെ ചതിക്കുകയായിരുന്നു. അനഘയെ സ്നേഹം നടിച്ച് ചതിച്ചതും അനഘയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കിയ അബിയെ വെറുതെ വിടില്ലെന്നും അബി ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്കും വഞ്ചനകൾക്കും ഒക്കെ തക്കതായ ശിക്ഷ കൊടുക്കാനും നവ്യ തീരുമാനിക്കുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അബിയാണ് അനഘയെ ചതിച്ചതെന്നും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുമുള്ളതിന് വ്യക്തമായ തെളിവുകളില്ലാതെ നവ്യ അതൊന്നും തന്നെ വിശ്വസിക്കാൻ കൂട്ടാവില്ല. നിങ്ങൾ പറയുന്ന പോലെ അബിയാണ് തെറ്റുകാരനെങ്കിൽ ഇത്രയും നാളും അവൻ എന്നെ ചതിക്കുകയായിരുന്നെങ്കിൽ അവൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന് തക്കതായ ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നുള്ളത് ഉറച്ച തീരുമാനത്തിലെത്തുകയാണ് നവ്യ. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നവ്യ. ഈ സമയത്ത് അബി പല തന്ത്രങ്ങളും ഉപയോഗിച്ച് നവ്യയുടെ അടുത്ത് ഒന്ന് മയത്തിലൊക്കെ നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നവ്യ ആ സമയത്ത് അബിയിൽ നിന്നും പതിയെ അകന്നു തുടങ്ങുകയായിരുന്നു. എന്നാൽ നവ്യ സത്യങ്ങൾ അറിഞ്ഞിട്ടും വേണ്ട രീതിക്ക് ഈ കാര്യത്തിൽ പ്രതികരിക്കാത്തതും അവൾ ഇങ്ങനെ മൗനമായി നിൽക്കുന്നത് പോലും തങ്ങളുടെ ഈ വീട്ടിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളത് അബിക്കും ജലജയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം. അധികം വൈകാതെ തന്നെ അവന്തിക അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനായ നാഗേന്ദ്രനോടും അതുപോലെ ഡേവിഡിനെയും അറിയിക്കുന്നുണ്ട്. ഇടയ്ക്ക് അബി ഡേവിഡിനെ വിളിച്ചിട്ടും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കാരണം ഇവർക്ക് നേരത്തെ തന്നെ അബിയുടെ എല്ലാ കള്ളക്കളികളും അറിയാമല്ലോ. ആ നവ്യ സത്യങ്ങൾ അറിയുന്ന നിമിഷത്തിലോ അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിന് പുറത്ത് പോകേണ്ടി വരുന്ന സാഹചര്യത്തിലോ അബിക്കും അബിയുടെ അമ്മയ്ക്കും വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ടെന്നൊക്കെയാണല്ലോ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അബി വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അബിയെ തൽക്കാലം ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നാഗേന്ദ്രൻ പറഞ്ഞിട്ട് തന്നെ ഡേവിഡ് നവ്യയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ സമയത്ത് ഡേവിഡ് അബിയുടെ ജോലിക്കാര്യങ്ങളൊക്കെ നവ്യയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അനന്തപുരിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നവ്യൻ അയാൾ സൂചിപ്പിക്കുകയും ചെയ്യുക കേട്ടോ. നവ്യ ഡേവിഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ ഇത് എങ്ങനെ അറിഞ്ഞെന്ന്. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ചന്തുമോൾ അബിയുടെ കുഞ്ഞല്ല. ഇക്കാരണം പറഞ്ഞ് അബിയെ വെറുതെ നവ്യ സംശയിക്കരുത്. അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മനഃപൂർവ്വം അബിയുടെ മേലിൽ ആ പഴി ചാരാൻ നോക്കുന്നതാണ്. നവ്യയുടെ അമ്മ തന്നെയല്ലേ നവ്യോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അനന്തപുരിയിലുള്ള ആരും നവ്യോട് ഇതുവരെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നൊക്കെ തന്നെ ഡേവിഡ് പറയുകയാണ് നവ്യയോട്. നിങ്ങൾ അറിയാതെ തന്നെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലേക്ക് ഒരു അന്വേഷണം നടത്തുന്നുണ്ടെന്നും ആദർശ് തന്നെയാണ് ചന്തുമോളുടെ അച്ഛനെന്നും അനഘയെ ചതിച്ചതും അനഘയെ കൊല്ലാൻ നോക്കിയതുമെല്ലാം ആദർശാണെന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ ഇതങ്ങ് സ്ഥാപിക്കാൻ നോക്കിയാണ് ഡേവിഡിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നവ്യക്ക് കുറേയധികം ആശ്വാസമൊക്കെ ആകുന്നുണ്ട്. നവ്യ തന്റെ ഗോഡ്ഫാദറിന്റെ സ്ഥാനത്താണ് ഇപ്പം ഡേവിഡിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് നവ്യക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. അനന്തപുരി പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു രോഷവും അമർഷമൊക്കെയാണ് അവർ ഇതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അബിയും നവ്യയും അബിയുടെ അമ്മയൊക്കെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നതെന്നൊക്കെ തന്നെ പറഞ്ഞ് നവ്യനെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ ഡേവിഡ്. കുട്ടികളെയും തരണം ചെയ്ത് അബി ജ്വല്ലറിലെ മാനേജറായിട്ട് ചാർജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലവര തന്നെയാണ് മാറാൻ പോകുന്നത്. പിന്നെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല. പിന്നെ അവരുടെ അടിമകളായിട്ട് അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ തന്നെ അബി ജ്വല്ലറിയുടെ പുതിയ ബ്രാഞ്ചിലെ മാനേജറായിട്ട് ചുമതല ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അബി ജ്വല്ലറിലെ മാനേജറായിട്ട് ജോയിൻ ചെയ്തതിനു ശേഷം അനന്തപുരിയിലെ വീണ്ടും പ്രശ്നങ്ങൾ കടുക്കുകയാണ് കേട്ടോ. എല്ലാവരും വീണ്ടും അവരുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൂടെ അബി കുറ്റക്കാരനാണെന്നുള്ളത് നവ്യയ്ക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരുടെയും കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോഴേക്കും നവ്യയ്ക്ക് അബിയെ വീണ്ടും സംശയമാകുന്നുണ്ട്. കനക അന്ന് നവ്യയോട് പറഞ്ഞായിരുന്നല്ലോ, അബിയുടെ അമ്മയൊക്കെ ചന്തുമോളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നന്നായിട്ട് നോക്കുന്നതും ദേവാനി നയനയൊക്കെ പറയുന്നത് അക്ഷരം തെറ്റാതെ ഒക്കെ അനുസരിക്കുകയും ചെയ്യുന്നത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടല്ലേന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അബിയുടെയും ജലജയുടെയും പെരുമാറ്റത്തിലുണ്ടായ മാറ്റവും അവരെന്തിനോ ഭയക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് ഇവരിതുപോലുള്ള അടിമപ്പണികളൊക്കെ ചെയ്യുന്നതെന്നുള്ളതും ഒക്കെ നമ്മുടെ നവ്യയ്ക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. എന്തായാലും ഇത്രയും നാളും ഞാനും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് അമ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നൊക്കെയുള്ളത് എനിക്ക് കണ്ടുപിടിച്ചാൽ മതിയാകുള്ളൂ. അതിന് വ്യക്തമായ തെളിവുകൾ തന്നെ വേണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ചന്തുമോളുടെ അച്ഛൻ അബിയാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് DNA ടെസ്റ്റ് ചെയ്തേ മതിയാകുള്ളൂ എന്നൊക്കെ തന്നെയുള്ള തീരുമാനത്തിലെത്തുകയാണ് നവ്യ.
അങ്ങനെ നവ്യയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയുമായി സംസാരിച്ച് DNA ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നോക്കുകയാണ്. അതിനെ ചന്തുമോളുടെ ഒരു മുടിനാരും അതുപോലെ അബിയുടെ മുടിനാരും ഒക്കെ കളക്ട് ചെയ്ത് ഒരു കവറിലാക്കി ആ കൂട്ടുകാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കൂട്ടുകാരിയുടെ സഹായത്തോടെ തന്നെ DNA ടെസ്റ്റ് നടത്തുകയാണ് നവ്യ. അങ്ങനെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് നവ്യയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കൂട്ടുകാരി നവ്യയോട് പറയുന്നുണ്ട്, ഇതിലെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. റിസൾട്ട് കണ്ട് നീ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനൊന്നും നിൽക്കരുത്. നീ അത് അറിഞ്ഞതിന് ശേഷം കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നിനക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന്റെ ഭാവി നീ ഓർക്കണം. നീ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞിനാരാണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യനൊന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ റിസൾട്ട് കൂട്ടുകാർ കയ്യിലോട്ട് കൊടുക്കുന്നത്. കൂട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും തന്നെ നവ്യക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, അബി ഇവിടെ തെറ്റുകാരനാണെന്നുള്ളത്. ചന്തുമോൾ അബിയുടെ ചോരയാണെന്ന് നവ്യ തിരിച്ചറിയുകയാണ്. ഇത്രയും കാലം താൻ വിശ്വസിച്ചത് ഒരു പെരുങ്കള്ളനെ ആയിരുന്നു എന്നും ഇതിന്റെ പേരിൽ ഞാൻ ഇത്രയും നാളും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഒരു നിരപരാധിയാണെന്നും അവരെന്റെ ജീവിതം നശിക്കാതിരിക്കാനായിട്ടാണ് ഇത്രയധികം ത്യാഗങ്ങൾ സഹിച്ച് ഈ രഹസ്യം മൂടിമറച്ചു വെച്ചതെന്നൊക്കെയുള്ളത് നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച നവ്യ ആ റിസൾട്ട് എടുത്ത് നോക്കിയാണ് കേട്ടോ 99% അബിയുടെ 99% അബിയുടെ DNA ചന്തുമോളുടെ DNA മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടുകൂടി അനഘയെ ചതിച്ചത് അബിയാണെന്നും അനഘയിൽ അബിക്കുണ്ടായ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള സത്യം നവ്യ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് തന്ത്രപൂർവ്വം എല്ലാവരെയും വെടിയാക്കിക്കൊണ്ട് ആദർശേട്ടന്റെ തലയിലേക്ക് ഈ കുറ്റം ചുമത്തുകയും ആദർശേട്ടനെ കുറ്റവാളിയാക്കി അബി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും നവ്യക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നവ്യ നേരെ ചെല്ലുന്നത് ഗസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ. ആദർശിനെയും നയനെയും കണ്ട് അവരോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പൊട്ടിക്കരയുകയാണ് നവ്യ. ഞാൻ ഇതുവരെ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് മാപ്പ് അപേക്ഷിക്കുന്നു. സത്യങ്ങൾ അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. അബി എന്നെ ഇത്ര നാളും ചതിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മ പറഞ്ഞപ്പോഴും ഞാൻ അവനെ അവിശ്വസിച്ചില്ല. എന്നിട്ടും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ചന്തുമോളുടെയും അബിയുടെയും മുടിനാര് വെച്ച് ഞാൻ DNA ടെസ്റ്റ് നടത്തി നോക്കി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്ന്. ആ ചതിയൻ എന്നെ ചതിക്കുകയായിരുന്നു. ഞാൻ വെറുതെ ആദർശേട്ടനെ ഇത്രയും നാളും കുറ്റപ്പെടുത്തി. മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എല്ലാവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചു. ഇനി എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ആ ചതിയനെ ഞാൻ വെറുതെ വെച്ചേക്കത്തില്ല. അവൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനമാക്കും എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുക കേട്ടോ. ഇതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെ ഞാൻ ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്രയധികം ത്യാഗം സഹിച്ചത്. അതിലൊക്കെ എത്ര ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചാലും മതിയാവില്ല. എന്തായാലും ഞാൻ അവനെ ഒറ്റയടിക്ക് കൊല്ലില്ല. അവൻ എന്നെ ഇത്ര നാളും ചതിച്ചതല്ലേ, എന്നെ ഇത്ര നാളും ഒരു വിഡ്ഢിയാക്കിയതല്ലേ. അവന് ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ അനുവദിക്കില്ല. അവൻ ചെയ്ത തെറ്റുകൾക്കും അവൻ ചെയ്തു കൂട്ടി ഈ പാപങ്ങൾക്കെല്ലാം അവൻ തക്കതായ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ട് അവനോട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നവ്യ അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അനന്തപുരി ചെന്നതിന് ശേഷം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് നവ്യ. മുത്തശ്ശി, എന്നോട് നിങ്ങൾ പൊറുക്കണം. ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അബി എന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള സത്യം അമ്മ എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ അത് അത്രയ്ക്ക് വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ബോധ്യമായി. അനഘയെ ചതിച്ചതും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ളതൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. ആദർശേട്ടനെ നവ്യ മാത്രമല്ല, ഇതിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന പോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് നവ്യ അവരുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോള് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കരുത്. മോൾക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ഭാവി കൂടി നോക്കണ്ടേ. അബി ഒരു ചതിയനും വഞ്ചകനും ആണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം മോളെ. എങ്കിലും മോൾ അവനോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്നോർത്തിട്ടാ മോളോട് ഈ സത്യങ്ങൾ ഞങ്ങൾ പറയാതിരുന്നത്. ഇപ്പോഴെന്തായാലും മോൾക്ക് തന്നെ അവൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. ഇനി അധികകാലം അവനെ ഈ തറവാട്ടിൽ കാണില്ല. അവനെ ഞാൻ അടിച്ച് പുറത്താക്കും എന്നൊക്കെ തന്നെ മുത്തശ്ശൻ പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, മുത്തശ്ശ, അങ്ങനെ അവനെ അത്ര പെട്ടെന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അവൻ ഈ വീട്ടിലുള്ളവരോട് ചെയ്ത ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും ഒന്നും ഒരു പരിഹാരവും ആകില്ല. അവന് തക്കതായ ശിക്ഷ കൊടുത്തു തന്നെ അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക ചെയ്യേണ്ടത്. അതിനെനിക്ക് കുറച്ച് സമയം വേണം മുത്തശ്ശ. ഞാൻ തന്നെ അത് ചെയ്തോളാം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. എന്നെ എൻ്റെ കുഞ്ഞിനും ചതിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല. അവന് തക്കതായ ശിക്ഷ തന്നെ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ്റെ റൂമിൽ നിന്ന് നവ്യ അങ്ങോട്ടേക്ക് പോകുന്നത്. നവ്യയുടെ മനസ്സിൽ അബിയോട് അടങ്ങാത്ത ദേഷ്യം ഉണ്ടെന്നൊക്കെ ഉള്ളത് മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലാവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട്. നവ്യ ഇനി അരുതാത്ത എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയാണ് അവരുടെ മനസ്സിൽ. അങ്ങനെ നവ്യ തന്ത്രപരമായി അബിയെ കൊടുക്കാനുള്ള പ്ലാനുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അബിക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയമാകാത്ത രീതിയിലാണ് നവ്യ അബിയെ തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതും. അബിയും ജലജയും ഈ സമയത്ത് മനസ്സിൽ വിചാരിക്കുന്നത്, നവ്യയോട് കനക എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞാലും അവൾ അതൊന്നും കണക്കാക്കുകയില്ല. അവൾക്കിപ്പോൾ നിന്നെ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല. നീ AM ജ്വല്ലറിലെ മാനേജറും അവൾ AM ജ്വല്ലറിലെ മോഡലും ആകും. അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ തകർക്കാൻ കഴിയും എന്നൊക്കെയാണ് അവർ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ നവ്യ കളത്തിന് പുറത്തു നിന്നുകൊണ്ട് തന്നെ അഭിയെ കൊടുക്കാനുള്ള ഓരോരോ വഴികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദുവും നയനയും ഒക്കെ നവ്യയുടെ സഹായത്തിനായിട്ടുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും സപ്പോർട്ടും ഉണ്ട്. ദേവയാനിയും ജയനും അജയനും അനിയും എല്ലാവരും നവ്യയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അഭിയും അപ്പച്ചിയും ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അവർ നോക്കുന്നത്. എന്നാൽ ഇവരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അഭിയെ തകർക്കാൻ നോക്കുന്നതെന്നുള്ളത് അവന്തികയ്ക്ക് അറിയില്ല. അവന്തിക തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പം നാഗേന്ദ്രനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും ഇപ്പം അഭിയേട്ടനെ അങ്ങനെ സംശയിക്കുന്നൊന്നുമില്ല. അവർ രണ്ടുപേരും ഇപ്പം സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാലും അധികം വൈകാതെ തന്നെ നവ്യനെ നമ്മുടെ ജ്വല്ലറി നടിച്ച് പുറത്താക്കണം. അവൾ നമ്മുടെ ജ്വല്ലറിയിൽ അധിക കാലമൊന്നും വേണ്ടച്ചാ. നല്ലൊരു മോഡലിനെ കിട്ടുമ്പോഴേക്കും ഇവളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം. അഭിയേട്ടനും അമ്മയ്ക്കും ഒന്നും അവളെ ഒട്ടും ഇഷ്ടമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ തന്നെയാണ് അവന്തിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു അവസരം വരട്ടെ മോളെ, അപ്പോഴേക്കും നമുക്ക് അവളെ ഒതുക്കി കളയാം എന്നൊക്കെ തന്നെ നാഗേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ്റെയും ആദർശിൻ്റെയും നന്ദുവിൻ്റെയും നയനയുടെയൊക്കെ സഹായത്തോടെ തന്നെ അഭിയെ ജയിലിലടയ്ക്കാനാണ് നവ്യ ശ്രമിക്കുന്നത്. അവൻ ഒറ്റയടിക്കങ്ങ് ശിക്ഷ അനുഭവിച്ചാൽ പോരാ, അവൻ ജീവിതകാലം മുഴുവൻ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് നരഹിക്കണം എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ സഹായത്തോടെ അഭിയെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ അഭിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നന്ദുവും അതുപോലെ നവ്യയും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അഭിയും ജലജയും തകർത്തെറിയുന്നുണ്ട്.